ഗായ്സ്, അപ്പം നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആയിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ യൂട്യൂബ് നിർത്തിയൊന്നും പോവല്ല, അത് നിർത്തത്തൊന്നുമില്ല. അതായത് ഈ വർഷം അവസാനിക്കാൻ വേണ്ടി പോവാ. നമ്മുടെ യൂട്യൂബ് യാത്ര തുടങ്ങിയിട്ടാണെങ്കിൽ 3 വർഷമായി, 3-3.5 വർഷമായി. അപ്പം 2024 നമ്മൾ കടക്കുന്ന നിമിഷം നമുക്കാണെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിങ് മുതൽ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ വന്നത്. അതായത് വീഡിയോ തുടങ്ങുന്നത്, വീഡിയോ എടുക്കണം, വീഡിയോ ഒക്കെ നമുക്കാണെങ്കിൽ യൂട്യൂബ് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ തോന്നിയ ഒരു നിമിഷം. അതുമുതൽ ഈ ഒരു നിമിഷത്തെ കഥകൾ ആണ് എനിക്ക് പറയാനുള്ളത്. അപ്പം കുറച്ച് ലെങ്തി ആയിരിക്കും വീഡിയോ, കാണേണ്ടവർക്ക് മാത്രം കണ്ടാൽ മതി, ആരെയും ഫോഴ്സ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ ഈ ചാനല്, നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഈ അബൂസ് വ്ലോഗ് എന്ന് പറഞ്ഞ ചാനല് ആദ്യം ഒരു സ്റ്റാറ്റസ് ഇടുന്ന ഒരു ചാനലായിരുന്നു. അതായത് നമുക്ക് ഈ ഫോണിനെ കുറിച്ചും യൂട്യൂബിനെ കുറിച്ചൊക്കെ ഈ നോളജൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഓരോ സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ വേണ്ടി എടുത്ത ഒരു ചാനലാണ്. നമ്മുടെ ഈ ചാനലിൻ്റെ ആദ്യത്തെ പേരെന്ന് പറഞ്ഞാൽ വിജയ്സ് ഫാൻസ് ക്ലബ്ബ് എന്നായിരുന്നു. കാരണം നമ്മൾ തളപതി വിജയുടെ ഫോട്ടോയല്ല, സ്റ്റാറ്റസും കാര്യങ്ങളും മാത്രമേ ഉള്ളായിരുന്നു, ഇടത്തുള്ളായിരുന്നു. പിന്നെ അത് കുറച്ച് കാലം അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനുമാണ് എന്തുകൊണ്ട് നമുക്കൊരു വ്ളോഗിങ് ചാനൽ പോലെ സെറ്റ് ചെയ്തുകൂടാ എന്ന് തോന്നിയത്. പിന്നെയാണെങ്കിൽ നമ്മൾ പയ്യെ പയ്യെ സെറ്റപ്പ് ആക്കാൻ തുടങ്ങി. പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി സെറ്റപ്പ് ആക്കി. നമ്മളാണെങ്കിൽ ചാനലിന് ഒരു പേരും ഇട്ടു, അബൂസ് വ്ലോഗ്. അപ്പം അങ്ങനെ ഒരു പേരിട്ടു. നമ്മൾ ആകെ നമ്മുടെ ചാനലിൽ മാറ്റിയേക്കുന്ന 2 ലോഗോയാണ്. ആദ്യത്തെ ലോഗോ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യം കാണുന്നവർക്കൊക്കെ മനസ്സിലാവും. ആദ്യത്തെ ലോഗോ എന്ന് പറഞ്ഞ ഒരു ബ്ലൂ കളറിലാണെങ്കിൽ ഒരു ഏലിയൻ ഇങ്ങനെ കൈ കെട്ടിയൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു, ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ. പിന്നെയാണ് നമ്മളാണെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ +1-ലോ +2-ലോ പഠിക്കുമ്പോഴത്തേനുമാണ് നമ്മൾ ഈ രണ്ടാമത്തെ ഇപ്പോൾ കാണുന്ന ലോഗോ, അതായത് യെല്ലോ ഇഷ് കളറിലൊരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് പാതി ഒക്കെ ഉള്ള ഒരു ഫേസിൽ ഇപ്പോൾ കാണുന്ന ലോഗോ ഞാൻ ഇട്ടത്. അതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ഫോട്ടോ എടുത്തതാണ്. ചുമ്മാ ഒരു ഫോട്ടോ എടുത്തു. അന്നേരമാണെങ്കിൽ എവിടുന്നോ ഫോണിലൊക്കെ യൂട്യൂബിൽ കണ്ട ഒരു ആപ്പ് ഉണ്ടായിരുന്നു. ആ ആപ്പ് കണ്ടപ്പോഴത്തേനും കുറെ ആനിമേഷനിൽ സെറ്റപ്പ് ആക്കാൻ പറ്റുന്ന ഒരു ഇത് കണ്ടു. അന്നേരം അത് ഈ ചുമ്മാ കയറി ഒന്ന് സെറ്റപ്പ് ആക്കി ഇട്ടതാണ്. അതാണ് ഇന്ന് വരെ നമ്മുടെ DP. അത് പിന്നെ നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല. ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ വീഡിയോസൊക്കെ ഇടാൻ എളുപ്പമാണ്, ഇതിൽ റീച്ച് കിട്ടാനാണ് പാട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ 3000 സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് 3 വർഷം വേണ്ടി വന്നു. അപ്പം പലർക്കും ഒരു ദിവസം കൊണ്ട് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയാൻ നമ്മളുടേതായ രീതിയിലാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത്. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. അപ്പം അതൊക്കെ ചുമ്മാ ഒരു വീഡിയോ ആക്കി ചുമ്മാ അങ്ങ് ഇടുന്നു. കുറേ പേര് കുറ്റം പറയാൻ വേണ്ടി വരും. കുറ്റം പറയുക ഉള്ളത് മെയിൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും കുറ്റം പറഞ്ഞു വന്നു, എന്തിനാടാ ഇങ്ങനെ കോപ്രായം കാണിക്കുന്നതെന്നൊക്കെ. പിന്നെ ഞാനും വിചാരിച്ചു, കുറച്ച് നാൾ നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമ്മൾ വേറൊരു ചാനൽ തുടങ്ങി. ആ ചാനലിൽ എൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ പോലെ ഓരോ കാര്യങ്ങൾ, ഫുഡ് വേസ്റ്റ് ആക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഇടാം എന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിലും പച്ച പിടിക്കട്ടെ എന്ന് കരുതി നമ്മൾ അത് ചെയ്തു. അതും പച്ച പിടിച്ചില്ല, അതും ഡ്രോപ്പ് ചെയ്തു. പിന്നെന്ന് പറഞ്ഞാൽ വേറൊരു ചാനൽ ഉണ്ടാക്കി. അപ്പം അതിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിം ഇല്ലേ, ഗെയിം. അപ്പം ഗെയിമൊക്കെ ആയിട്ട്
ഗെയിമിലെ ക്യാരക്ടേഴ്സ് സംസാരിക്കുന്നത് പോലെ നമ്മുടെ ഡബർ ബാൻഡ് ഇല്ലേ, ചിലർക്കൊക്കെ അറിയാൻ ഡബർ ബാൻഡ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അപ്പം അവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് പോലെ ലിപ്സിന് ഇങ്ങനെ സിങ്ക് കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം, അതായത് ആ ക്യാരക്ടർ പറയുന്നത് പോലെ നമ്മുടേതായ രീതിയിൽ നമ്മൾ പറയുന്നത്, അതും പച്ച പിടിച്ചില്ല. പിന്നെയുള്ള ചാനൽ എന്ന് പറഞ്ഞാൽ പബ്ജിയുടെ ചാനലായിരുന്നു. ലുട്ടാപ്പി വേൾഡ് എന്നായിരുന്നു ആ ചാനലിന്റെ പേര്. മറ്റേത് ആ ഡബ് ചെയ്യുന്നതിന്റെ പേരെന്ന് പറഞ്ഞാൽ COC വേൾഡ് എന്നായിരുന്നു. പിന്നെ ഓക്കെ, അങ്ങനെ ആ ചാനലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ലുട്ടാപ്പി വേൾഡിൻ്റെ അത് നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഓരോ പബ്ജിയിലെ ഓരോ പ്ലേ ഒക്കെ എടുത്തിട്ട് ആൾക്കാരെ കൊല്ലുന്നതൊക്കെ, ക്യാരക്ടറിനെ ഒക്കെ കൊല്ലുന്ന ഇതൊക്കെ ഇട്ട് BGM ഒക്കെ കുത്തിക്കയറ്റി അങ്ങനെ ഇടുക, അതായിരുന്നു. പിന്നെ അതും പച്ച പിടിക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വേറൊരു ചാനലും കൂടെ തുടങ്ങി. ഓരോരോ ചാനൽ ചടവറ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരെന്ന് പറഞ്ഞാൽ കോപ്പി അടിയൻ എന്നായിരുന്നു. ആ പേരിൽ സത്യസന്ധത പുലർത്തുന്ന ഒരു കണ്ടന്റ് ആയിരുന്നു നമ്മൾ അതിൽ ഇടാൻ വേണ്ടി ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മളാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇട്ടിട്ടൊന്നുമില്ലായിരുന്നു, ഒറ്റ വീഡിയോ പോലും ഇട്ടില്ല. നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. അതിൽ ഇടാൻ ഉദ്ദേശിച്ച കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മലയാളത്തിൽ ടോപ്പ് നിൽക്കുന്ന യൂട്യൂബേഴ്സിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ സെയിം അത് തന്നെ ഡൗൺലോഡ് ചെയ്ത് നേരെ യൂട്യൂബിൽ ഇട്ട് തംബ്നെയിലും ക്യാപ്ഷനും ടൈറ്റിലും ഒക്കെ സെയിം അത് കൊടുത്ത് ഇടുക എന്നതായിരുന്നു. ചുമ്മാ ഒരു ചൂണ്ടയിട്ട് നോക്കുന്ന ഒരു ടൈപ്പ് നമ്മൾ വിചാരിച്ചതാണ്. പിന്നെ ആ കാലത്തൊന്നും എനിക്ക് ഈ സാധനം ഈ യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്, ഫുൾ ക്ലാരിറ്റിയിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മളത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പതിയെ വീണ്ടും നമ്മുടെ അബൂസ് വ്ലോഗിലേക്ക് വന്നു. ഇത് വന്നു വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി. വീട്ടുകാർ കുറേ പറഞ്ഞു, ഫോണും പിടിച്ചോണ്ട് നടക്കുവാൻ, വീഡിയോ എടുത്തോണ്ട് പഠിക്കുന്നുമില്ല ഒന്നും ചെയ്യുന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു. കുറേ പേരുടെ ആട്ടും തെറിയും തുപ്പും എല്ലാം കേട്ടു. അങ്ങനെ മടുത്തിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ രോമാഞ്ചത്തിലെ അവൻ സ്റ്റക്കായിരിക്കുന്നത് പോലെ നമ്മൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും, ഏതെങ്കിലും ചിന്തിക്കും, ഇനി ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ, വല്ല പച്ചം പിടിക്കുമോ. അന്നേരം എൻ്റെ മൈൻഡിൽ വരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇത് നിർത്തണമെങ്കിൽ നിനക്ക് ഇപ്പം നിർത്താം, എനിക്ക് നിർത്തണമെങ്കിൽ ഇപ്പം നിർത്താം, പക്ഷെ ഇത്രയും ചെയ്തതിനൊരു വാല്യൂ ഇല്ലാതായിപ്പോൾ. അതായത് ഇപ്പം നമ്മുടെ ഒരു നമ്മളാണെങ്കിൽ ഡ്രീമിലേക്ക് എത്താൻ ഒരു 1000 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അതിലൊരു 500 കിലോമീറ്റർ നിന്നിട്ട് നമ്മളിങ്ങനെ ആലോചിക്കുക, ഇനി അങ്ങോട്ട് പോകണോ, അതോ ആൾക്കാരെല്ലാവരും വീട്ടുകാരൊക്കെ പറയുന്നത് പോലെ ഇതൊക്കെ വിട്ട് വേറൊരു ലൈഫിലേക്ക് പോകണോ എന്നത്. അന്നേരം നമ്മുടെ കയ്യിൽ 2 ഡിസിഷൻ ഉണ്ട്. ഒന്ന്, നിങ്ങൾക്കാണെങ്കിൽ ആ ഡ്രീമിലേക്ക് പോകാം, അല്ലെങ്കിൽ നിങ്ങൾ ആ പാതയിൽ നിന്ന് ബാക്കിലോട്ട് വരാം. രണ്ടായാലും നിങ്ങൾ വീണ്ടും 500 കിലോമീറ്റർ സഞ്ചരിക്കണം. അതായത് നമ്മളാണെങ്കിൽ നമ്മുടെ ഡ്രീമിൽ നിന്ന് തുടങ്ങി ഒരു 500 കിലോമീറ്റർ എത്തി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 500 കിലോമീറ്റർ എത്തി 1000 കിലോമീറ്ററിലാണ് നമ്മുടെ ഡ്രീം ഇരിക്കുന്നത്. അപ്പം നമ്മൾ ആ നടുക്ക് വെച്ച് വീണ്ടും നമ്മുടെ പഴയ സ്ഥാനത്ത് വരണമെങ്കിൽ വീണ്ടും ഒരു 500 കിലോമീറ്റർ വണ്ടി ഓടിക്കേണ്ടി വരും. ഡ്രീമിലേക്ക് എത്തണമെങ്കിൽ ഒരു 500 കിലോമീറ്റർ വണ്ടി ഓടിക്കേണ്ടി വരും. നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? പക്ഷേ ഇതിൽ റിസ്ക് ആയിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ, ഈ ഡ്രീമിലേക്ക് വീണ്ടും ഒരു 500 കിലോമീറ്റർ ഓടിച്ച് ആ ഡ്രീമിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ അവിടെ തന്നെയാണോ നമ്മുടെ ഡ്രീം, അതോ ഇനിയും നമ്മൾ ആ ഡ്രീമിലേക്ക് സഞ്ചരിക്കണമെന്ന്. ആ ഒരു റിസ്ക് ഏറ്റെടുത്ത് നമ്മളുടെ 3 വർഷമായിട്ട് സഞ്ചരിച്ചത് ഇവിടെ എത്തിയിട്ടുണ്ട്. 3000 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടി. ഹാപ്പിയാണ്. കാരണം പണ്ടൊക്കെ നമ്മളെ എന്തോ ഒരു രീതിയിൽ നോക്കുന്നവര് ഇപ്പോൾ ഇതുകൊണ്ടോ 3000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബറാണ് പോകുന്നത് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേനും ഒരു മൈൻഡിലുണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. അത്യാവശ്യം വ്യൂസും അത്യാവശ്യം എൻ്റെ മൈൻഡിലാണ് കേട്ടോ, എൻ്റെ മൈൻഡിൽ 1000-2000 വ്യൂസ് ഒക്കെ കയറി എനിക്ക് നല്ലൊരു വ്യൂസ് ആണത്. പക്ഷെ പല യൂട്യൂബേഴ്സിനും അതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരിക്കും. പക്ഷെ ഞാനിപ്പം എനിക്കിപ്പോൾ കിട്ടി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്.
അപ്പം റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പോഴത്തേനും പണ്ട് എന്തൊക്കെ ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കുമ്പോഴത്തേനും നമ്മുടെ ഓരോ പഠിത്തത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും ഇപ്പൊ പോകുമ്പോഴത്തേനും പഠിത്തത്തിൻ്റെ കാര്യം പറയുന്നതിൻ്റെ കൂടെ യൂട്യൂബറാണ്. ഒരു വീഡിയോയ്ക്ക് 1,00,000 വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്കുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഓ, അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഹാപ്പിനെസ് ആണ്. അപ്പം ഈ ഹാപ്പിനെസ് തേടിയാണ് ഞാൻ നടന്നത്. ഈ ഹാപ്പിനെസ് ചെറുതാണ്, ഇതിലും പൊക്കത്തേക്ക് ഉയരങ്ങളിലേക്ക് ഇനിയും എനിക്ക് പോകണം. അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ വീഡിയോ നിർത്തത്തില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. ഓരോ ദിവസവും ഓരോ റീൽസ് വെച്ച് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കും. സപ്പോർട്ട് ചെയ്യേണ്ടവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റീൽസിലും ഷോർട്സിലും ഒക്കെ പറയുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഇതൊന്നും നമ്മൾ പറയാറില്ല. നമ്മൾ ഷോർട്സിലാണെങ്കിലും റീലിലാണെങ്കിലും നമ്മളാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നൊന്നും നമ്മൾ പറയത്തില്ല. കാരണം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം മതി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്. അല്ലാതെ നമ്മൾ പറഞ്ഞു ചെയ്യിക്കുമ്പോഴത്തേനും അതിലൊരു ഇതില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളൊരു ഐക്കൺ പോലും ഞങ്ങൾ അവിടെ കൊടുക്കാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക എന്നതേ ഉള്ളൂ. പിന്നെ ലോങ് വീഡിയോസിലാണെങ്കിൽ ആ ഫ്ലോയിൽ അവസാനം അങ്ങ് വരുന്നത് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് കാണുന്നതായിരിക്കും. അത്യാവശ്യം ലെങ്ത് ഒക്കെ കൂടിപ്പോയി എന്നത് അറിയാം വീഡിയോയ്ക്ക്. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതിൽ യൂട്യൂബിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. മോണിറ്റൈസേഷനിലൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതൊക്കെ കേട്ട ബോധം കെട്ട് വീഴും. അപ്പം അതൊന്നും പറഞ്ഞിട്ടില്ല. അത് വേണമെങ്കിൽ വേറെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാം ബിഗ് താങ്ക്സ്. ഇപ്പം 3,300 സംതിങ് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആയിട്ടുണ്ട്. താങ്ക് യു ഓൾ. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മൾ അടുത്ത ആഴ്ച ഒരു പുതിയ വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.